ഗൈസ് ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ പാരൻസ് മീറ്റിംഗ്. അപ്പോൾ കുളിച്ച് സുന്ദരി കുട്ടപ്പി ആവാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കുളിച്ചു, അത് തന്നെ വലിയ കാര്യമാണെന്ന് വെക്കുക. ഇനി നമ്മൾ നമ്മുടെ ഉരുക്ക് സാധനങ്ങളൊക്കെ എടുക്കണം. ഒരു കുരു പോലും ഇല്ല എന്നുള്ള അഹങ്കാരം എന്നെ വല്ലാതെ ഒരു അഹങ്കാരിയാക്കി. അപ്പം മുഖത്ത് മൊത്തം കുരുവാ, മുഖത്ത് മൊത്തം 1 2 3 ഇവിടെയൊക്കെ ഉണ്ട്. നമ്മളൊന്നിലും അഹങ്കരിക്കാൻ പാടില്ല. അതുകൊണ്ട് കുറച്ച് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അങ്ങനെ നല്ല ഇടുന്നത്. ഞാനിങ്ങനെയൊക്കെയാണ് ഇടുന്നത്. അല്ലെങ്കിലും ആണെങ്കിൽ കുറച്ചായിട്ട് ഇടുന്നുള്ളൂ, പെട്ടെന്ന് തീർന്നു പോയി. അതുകൊണ്ട് എന്നിട്ട് ഇതിട്ടിട്ട് കുറച്ച് സൺസ്ക്രീൻ കൂടെ ഇട്ട് കൊടുക്കാം. ഗൈസ്, സൺസ്ക്രീൻ. ടീച്ചർമാർ കുറ്റമൊന്നും പറയില്ലായിരിക്കും, നമുക്ക് വിശ്വസിക്കാം. കാരണം ഇതിന് മുമ്പ് പാരൻസ് മീറ്റിങ്ങിന് പോയിട്ടില്ലെങ്കിലും അല്ലാതെ പോയിട്ടുണ്ട്. പാരൻസ് മീറ്റിംഗ് എന്ന് പറഞ്ഞ് കറക്റ്റ് പാരൻസ് മീറ്റിംഗ് തന്നെ പോയിട്ടില്ല. അല്ലാതെ മോളെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് കോളേജ് തിരക്കും, ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര അന്വേഷണമൊക്കെയാണ്. എന്ത് ചെയ്യാൻ. എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഇടരുത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്മൽ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഈ കുടം പോലെ ഇരിക്കുന്ന കമ്മലാണ്. ഈ കമ്മൽ ഇട്ട് കഴിഞ്ഞാൽ എന്നെ വീട്ടിൽ നടിച്ച് വെളിയിലാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിത് ഇടാറില്ലെന്ന് ഒരു വട്ടം ഞാൻ അച്ഛൻ കാണാതിട്ടു. അല്ലാതെ ഞാൻ ഇതിങ്ങനെ ആസ്വദിക്കാറാണ് പതിവ്. ഇത് സത്യത്തിൽ എനിക്ക് എൻ്റെ ഫ്രണ്ട് വാങ്ങിക്കുന്ന കമ്മലാണ്, അതുല്യ വാങ്ങിക്കുന്ന കമ്മലാണ്. സോ നമ്മൾ മോയ്സ്ചറൈസർ വേണം. നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറും അല്ലേ ചില സമയത്ത്. ഇപ്പോൾ താഴെ പോയിട്ട് പൗഡർ ഇടാം. പൗഡർ എടുത്തുകൊണ്ട് വരാൻ വേണ്ടി മറന്നു. കുറച്ച് ലിപ്സ്റ്റിക് ഇടാം. ലിപ്സ്റ്റിക് ഇടുന്നത് അച്ഛന് ഇഷ്ടമല്ലായിരുന്നു. ഞാൻ പിന്നെ അച്ഛനെ സോപ്പ് എടുത്ത് ലിപ്സ്റ്റിക് ഇടുന്നത് കുഴപ്പമില്ലാതെ ആക്കി. അച്ഛനെ വിചാരിച്ച് കാണും, പോട്ടെ എന്തെങ്കിലും ആവട്ടെ. അതുകൊണ്ട് നമ്മൾ ഓവറായിട്ട് ലിപ്സ്റ്റിക് ഇടണ്ട. കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടു. കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐലൈനർ എഴുതി കൊടുക്കാം. ഐലൈനർ മൊത്തം എണ്ണമയം എന്നാണെന്ന് അറിയത്തില്ല. ഫുള്ള് എണ്ണ. ചിലപ്പം എൻ്റെ ഞാൻ ഈ ക്രീം തേച്ചിട്ട് പിടിക്കുന്നതുകൊണ്ടായിരിക്കും ഇത്രയ്ക്ക് ഇത്. സോ ഐലൈനർ ഇട്ട് കൊടുക്കും. ഇത് കണ്ടോ, ഐലൈനറിൻ്റെ ഒരു ഇത് ഇങ്ങനെ പൊങ്ങി. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പൊങ്ങിയില്ല. ഞാൻ ഏത് ഐലൈനർ വാങ്ങിയാലും ഇത് തന്നെയാണ് അവസ്ഥ. കുറച്ചൊരു സൈലൻ്റ് ആയിട്ടിരിക്കാം കേസ്. ഇല്ലെങ്കിൽ ഇതെന്ത് ശരിയാവുന്നില്ല. കൈയൊക്കെ വിറയ്ക്കുന്നു. കണ്ണാടി നോക്കി എഴുതുമ്പോൾ കറക്റ്റ് ആവും ഗൈസ്. ഇപ്പം എന്ത് പറ്റിയെന്നും അറിയില്ല, എന്നാലും കുഴപ്പമില്ല. ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനൊരു പൊട്ടേണ്ട ആവശ്യമില്ല. അവിടെ പൊട്ടിൻ്റെ അത്ര ഒരു കുരു ഉണ്ട്. എന്നാലും ഒരു വഴിക്ക് പോകുന്നതല്ലേ, ഇട്ടേക്കാം. ഓക്കെ. ഇനി നമ്മൾ കമ്മൽ നമ്മൾ ഏത് കമ്മലിടും? ഈ കമ്മലിട്ടുകൊണ്ട് എന്തായാലും അച്ഛനോട് പാരൻസ് മീറ്റിങ്ങിന് പോകാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഈ കമ്മലിടണം. പക്ഷേ ഈ കമ്മൽ ഇതിന് ചേരും കണ്ടോ. എല്ലാം ഉണ്ടെങ്കിൽ എൻ്റെ 2 കമ്മലുണ്ട്. എൻ്റെ കുറേ കമ്മലുണ്ട്. അതായത് ഇതിന് ചേരുന്ന 2 പരികൊണ്ട് വന്നതാണ്. ഇത് എനിക്ക് അമ്പാടി പോത്തീസിൻ്റെ അവിടെ നിന്ന് മേടിച്ചിരുന്ന കമ്മലാണ്. ഇതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇതായിരിക്കും കുറച്ചുകൂടെ സ്യൂട്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് വേറെ ചെയ്യാൻ വിളിച്ചു. ഇത് കൊള്ളാം, ഇത് ചേരുന്നുണ്ട്. സോ ഇനി മുടി കെട്ടണം. മുടി ഉണങ്ങിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു മുടി ഒന്ന് ഉണങ്ങിയിട്ട് കെട്ടാണ്. ഈ കുർത്തി ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ട്രെൻഡൊക്കെ കഴിഞ്ഞു. കുർത്തിയുടെ ട്രെൻഡൊക്കെ കഴിഞ്ഞു. സുഷിക്ക് ഈ കുർത്തി എൻ്റെതല്ല, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കുർത്തിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങളുടെ ക്ലാസ്സിലുള്ള എല്ലാവരും ഈ കുർത്തി ഇട്ടിട്ടുണ്ട്. എല്ലാവരും മീൻസ് ഒട്ടുമിക്ക ആൾക്കാരും ഈ കുർത്തി ഇഷ്ടപ്പെട്ട് അവസാനം കറങ്ങി തന്നെ എൻ്റെ കയ്യിൽ കുർത്തി എത്തി. എന്നിട്ട് പിന്നെ ഞാൻ ഇതുകൊണ്ട് കൊടുക്കാൻ നേരത്തെ അവൾ പറഞ്ഞു, ഇപ്പം നീ ഇതെടുത്തോ, എനിക്ക് ഇത് വേണ്ട എന്ന് പറഞ്ഞു. പിന്നെ മനസ്സിലൊരു ലഡു കുട്ടി ഇടാലോ. പക്ഷേ ഇതിൻ്റെ സൈഡിൽ ചെറിയൊരു കീറിലൊക്കെ ഉണ്ട്. ബട്ട് അത് എനിക്കൊരു വിഷയമല്ല. അപ്പോൾ നമുക്കിനി പോവാം. ബൈസ്. നല്ല വെയിലത്ത് അവിടെ ഇരുന്നാൽ മറന്നുപോയി. അപ്പോൾ അച്ഛൻ റോഡിലോട്ട് വരാൻ പറഞ്ഞു. 6 മണി. അങ്ങനെ നമ്മൾ റോഡിലേക്ക് നടക്കുകയാണ്. നമുക്ക് പാരൻറ് നമ്പർ 1 പോകുന്നു. എൻ്റെ പാരൻസ് മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ലീവ് എടുത്ത് വരുന്നതാണ്. സ്റ്റഡി ലീവ്. എൻ്റെ പാരൻസിൽ സ്റ്റഡി ലീവ് എടുത്തതാണ്. സ്റ്റഡി ലീവ് എടുത്തിട്ട് നമുക്ക് ഡോളി സ്വീകരിക്കാം. അങ്ങനെ അച്ഛൻ വന്നു. ഞങ്ങൾ നേരെ കോളേജിൽ പോയി. ടീച്ചേഴ്സ് വേറെ കുറ്റമൊന്നും പറഞ്ഞില്ല, അറ്റൻഡൻസ് കുറവാണെന്ന് പറഞ്ഞു. അങ്ങനെ അറ്റൻഡൻസ് കുറവായതല്ലേ, വീട്ടിലിരുന്നതല്ലേ എന്നും പറഞ്ഞിട്ട് അച്ഛൻ എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് മന്തി മതി എന്ന് പറഞ്ഞിട്ട് ലുലുവിൻ്റെ ഓപ്പോസിറ്റുള്ള മറ്റേ ക്യാപിറ്റൽ മന്തി ഹൗസിൽ പോയി മന്തി വാങ്ങി കഴിച്ചു. നല്ല അടിപൊളി മന്തിയായിരുന്നു. ഞാൻ കുറേ മന്തി കഴിച്ചു. പിന്നെ ഒരു ഐസ്ക്രീമും പറഞ്ഞു. അതും കഴിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ചലിക്കുകയാണ്. വെളിയിലിറങ്ങി ഐസ് ബേയിൽ നിന്ന് പിന്നെ ഒരു ഐസ്ക്രീം കഴിച്ച് അങ്ങനെ നേരെ